ഹായ്, വെൽക്കം ടു ചൂനോസ് വേൾഡ്. ഞങ്ങൾ രണ്ടാളും ട്രിപ്പിന് ഇറങ്ങിയപ്പോഴത്തേക്കും വീട്ടിലെ ചില കാർന്നോരുകളൊക്കെ കൂടെ സ്ട്രൈക്കിന് നിൽക്കുമായിരുന്നേ. ഇവരുടെ പെർമിഷനൊന്നും ഇല്ലാതെ നമുക്ക് എവിടെയും പോകാനൊക്കത്തില്ല. ദേ ഡിമാൻഡ് അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് 24/7 ഫിഷ് സപ്ലൈ. അങ്ങനെ പെർമിഷനൊക്കെ കിട്ടി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ആസ് യൂഷ്വൽ നമ്മുടെ ശീലം അങ്ങനെ എളുപ്പമൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7 മണിയായി. 7 മണിയല്ല, 7:10 എന്തോ ആയി. Okay, so we are going Pulingunna. അമ്പലപ്പുഴ. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചട്നി മമ്മി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ കഴിക്കാൻ കയറി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ആട്ടോ ഈ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് മറ്റേ ബാഹുബലി ദോശയുണ്ടല്ലോ, ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ബാഹുബലി ദോശ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് കഴിക്കണമെങ്കിൽ ഒരു 4 പേരെങ്കിലും വേണം. പക്ഷേ ഞങ്ങൾ 1.5 ആൾക്കാരുടെ ഒരു കണക്കായതുകൊണ്ട് നമ്മുടെ വയറിനത് താങ്ങത്തില്ല. അതുകൊണ്ട് നമ്മൾ ദോശയും അങ്ങനെ ഒതുക്കി. അപ്പോൾ അതിൻ്റെ വ്യൂ ഒന്ന് നോക്കിക്കേ, എന്നാ ഭംഗിയാന്ന്. അങ്ങനെ പോയി അകത്ത് കയറുമ്പോഴത്തേക്കും ചട്നി മാമീനെ പോലെ തന്നെ ഇരിക്കുന്നൊരു മാമീനെ കാണാൻ പറ്റും കേട്ടോ. കൊള്ളാല്ലേ? ആൻഡ് അകത്ത് കയറുമ്പോഴത്തേക്കും ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലീസൊക്കെ കണ്ടോ. പച്ചമുളക് തൊട്ട് പഴുത്ത മുളക് വരെ അവിടെ ഉണ്ട്. പിന്നെ 1.5 വയറിൻ്റെ കണക്കിലുള്ള ദോശയും കോഫിയൊക്കെ പറഞ്ഞ് ഞമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി ഫോട്ടോ എടുക്കാനൊക്കെ നടന്നേ. ഔട്ട് സൈഡും ഇങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഏരിയയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഔട്ട് സൈഡ് അത്രയും വെയിലുണ്ടെങ്കിലും ഇവിടെ ഈ ഇരിക്കുന്ന പ്ലേസിൽ അത്ര ചൂടൊന്നും അറിയത്തില്ല. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെരുവഴി കിടക്കുന്ന മലമ്പാമ്പിൻ്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.